അങ്ങനെ മണ്ണാർക്കാടുള്ള ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. ഇവിടെ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു 2 മാസം എടുത്ത് ആവാനായി. പക്ഷെ ഇന്നലെ വന്ന പോലാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അപ്പൊ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രി ഒരു 2 മണി സമയത്താണ് കേട്ടോ. നമ്മൾ വെളുപ്പിനെ 4 മണിക്ക് പോകാനാണ് പ്ലാന്. 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മൾ നേരത്തെ അലാറം ഒക്കെ വെച്ച് കിടന്നെങ്കിലും എന്തോ കാരണം കൊണ്ട് അലാറം അടിച്ചില്ല കേട്ടോ. നമ്മൾ എണീറ്റപ്പം 5 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പും കിട്ടിയില്ല. അരമണിക്കൂർ കൊണ്ട് വേഗം ഫ്രഷ് ആയിട്ട് ഇറങ്ങുമായിരുന്നു. നമ്മൾ ഇറങ്ങിയ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഇനാമി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇനി തിരിച്ചു പോകുമ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എത്രയൊക്കെ നമ്മൾ നേരത്തെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചാലും ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് അത് എപ്പോഴും ഉണ്ടാവുന്നതാണ്. അങ്ങനെ എന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു 2:30 ആയി കേട്ടോ കിടന്നപ്പോഴത്തേക്കും. രാവിലെ വെപ്രാളത്തിൽ എണീറ്റ് ഓടിയോണ്ട് തന്നെ ഒന്ന് നേരെ ഒരുങ്ങാൻ കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാറിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനാമി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പാലക്കാടൊക്കെ എത്താറായപ്പോഴത്തേക്കും നമ്മൾ CNG അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. CNG അടിക്കുന്ന സമയത്ത് നമ്മൾ വേഗം പോയിട്ട് വാഷ്റൂമിലൊക്കെ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നതിൽ ഉമ്മാക്കാണെങ്കിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പോകാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ അവളിപ്പോ നല്ല ചിരിയും കളിയും തുടങ്ങിയ ഒരു സമയമാണ്. അങ്ങനെ പാലക്കാട് ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനാമി എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് കഴിഞ്ഞപ്പോൾ ഫുള്ള് വണ്ടിയും ലൈറ്റും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ആളിങ്ങനെ അതിശയിച്ച് 4 ചുറ്റും തിരിഞ്ഞു മറിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. കാരണം പുതിയ സ്ഥലങ്ങളും പുതിയ ആൾക്കാരും അവൾക്ക് എന്താ സംഭവിക്കുന്നത്, എങ്ങോട്ടാ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ നോക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളതാണ് കേട്ടോ. അതെ, ഈ കണ്ണ് ചൊറിച്ചിലും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരലും. അതുകൊണ്ട് തന്നെ മര്യാദക്കൊന്ന് കണ്ണൂടി എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞിട്ട് ഹൈവേയിലോട്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ചായ കുടിക്കാൻ ഇറങ്ങി. ഞാൻ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് കാറിൽ തന്നെ ഇരുന്നു. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ കൊണ്ടുപോയ അത്രയും സാധനങ്ങൾ തന്നെ തിരിച്ചിനി ആലപ്പുഴക്ക് തന്നെ കൊണ്ടുപോവാണ്. എപ്പോൾ പോയാലും നമുക്ക് തൃശ്ശൂരും എറണാകുളത്തുനിന്നുമാണ് എപ്പോഴും ബ്ലോക്ക് കിട്ടുന്ന സ്ഥലം. ഇനി ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ ഒരാൾ നല്ല ഉറക്കം. ഞാൻ പിന്നെ അവിടെ നിന്നൊരു ജ്യൂസും ഈ ഒരു ചോക്ലേറ്റും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്തു. അവിടെ നിന്ന് വെളുപ്പിനെ ഇറങ്ങിയോണ്ട് തന്നെ റോഡിൽ അത്രയും വണ്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബ്ലോക്കും കിട്ടാതെ ഇതുവരെ നമ്മൾ പോന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെ എണീക്കണം, സമാധാനത്തോടെ ഇറങ്ങണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ ആ സമയത്ത് എന്താണെന്നറിയില്ല, എങ്ങനെയോ ഞാൻ ഉറങ്ങിപ്പോയി. 5 മണിക്ക് താമസിച്ചെന്നും പറഞ്ഞിട്ട് ഉമ്മ വന്ന് വിളിക്കുമ്പോഴാണ് കേട്ടോ ഞാനും എണീക്കുന്നത്. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുതിരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനാമി ആണെങ്കിൽ ഈ ഒരു സമയത്ത് ഉറങ്ങുന്നോണ്ട് തന്നെ ആള് പകുതിയും ഉറക്കമായിരുന്നു കേട്ടോ. ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എണീക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരം കളിച്ചിട്ട് പിന്നെയും ആൾ ഉറങ്ങും. സത്യം പറഞ്ഞാൽ ഇത്ര നേരത്തെ ആലപ്പുഴയിലോട്ട് വരണമെന്നൊരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം കൂടി നിൽക്കണം എന്നായിരുന്നു. പക്ഷേ ന്യൂ ഇയറിന്റെ പരിപാടി ആലപ്പുഴ തുടങ്ങിയോണ്ടാണ് നമ്മൾ വിചാരിച്ചാലും കുറച്ച് ദിവസം നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.